കേരള ബ്ലാസ്റ്റേഴ്സ് താരം ജീക്സൺ സിംഗിനായി 3 ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്നും ഉയർന്ന ട്രാൻസ്ഫർ ഫീ ലഭിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് താരത്തെ വിൽക്കുമെന്നും 2 ദിവസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് വന്നിരുന്നു. ജീക്സനെ സ്വന്തമാക്കാൻ മുംബൈയായിരിക്കും മുൻപന്തിയിലെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ മുംബൈ താരത്തിനായി നിലവിൽ രംഗത്തില്ലെന്ന് മാർക്കസ് മെർഗുല്ലോ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപിയ മുംബൈ വിട്ട സാഹചര്യത്തിൽ മുംബൈ പകരക്കാരനായി ജീക്സനെ എത്തിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ മുംബൈയുടെ ലക്ഷ്യം ജീക്സനല്ല, മറിച്ച് മലയാളി താരം വിപിൻ മോഹൻ ആയിരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ്. മുംബൈ നേരത്തെ വിപിനായി രംഗത്ത് വന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അപുയയ്ക്ക് പകരം മുംബൈ ലക്ഷ്യമിടുന്ന താരം വിപിനാകാനുള്ള സാധ്യതകൾ വർദ്ധിച്ചത്. അടുത്ത സീസണിൽ മുംബൈക്ക് അപുയയുടെ പകരക്കാരനെ അത്യാവശ്യമാണ്. വിനീത് റായ് ക്ലബ്ബ് വിടുകയും ജീക്സനെ അവർ ലക്ഷ്യമിടുന്നില്ല എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ വിപിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഭയക്കേണ്ടതുണ്ട്. താരത്തിനായി മുംബൈ എത്ര പണം വേണമെങ്കിലും ചിലവഴിച്ചേക്കാം. ഈ പണക്കൊഴുപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കണ്ണ് മഞ്ഞളിക്കുമോ എന്നതാണ് ആരാധകർ ഭയപ്പാടോടെ നോക്കേണ്ടത്. അതിനാൽ വിപിന്റെ കാര്യത്തിൽ ഭാവിയിൽ എന്തും സംഭവിച്ചേക്കാം. ബ്ലാസ്റ്റേഴ്സ് താരത്തെ വിൽക്കില്ലെന്നും ബ്ലാസ്റ്റേഴ്സ് വലിയ ഭാവി കാണുന്ന താരമാണ് വിപിനെന്ന് നമുക്ക് പറഞ്ഞാശ്വസിക്കാമെങ്കിലും സഹലിനെ അടക്കം വിറ്റഴിച്ച ചരിത്രം നമുക്കുണ്ടെന്നത് മറക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും.